AUP സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമുക്ക് അടിസ്ഥാന ശാസ്ത്രത്തിൽ സൂക്ഷ്മജീവികളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഞാനിവിടെ ഒരു പ്രൊജക്ഷൻ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. അതിനായി നമുക്കാവശ്യം ഒരു സിറിഞ്ച് ഉറപ്പിച്ചു നിർത്തുന്നതിനായി 2 ഗ്ലാസുകൾ, ലേസർ ടോർച്ച്, മലിനജലം എന്നിവയാണ്. നമുക്കിനി ഇത് ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യം സിറിഞ്ച് ഗ്ലാസുകൾക്കിടയിൽ ഉറപ്പിച്ച് നിർത്തണം. ശേഷം മലിനജലം നോസലിന്റെ അഗ്രഭാഗത്ത് ഉറ്റുവീഴാറായി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഇനി ലേസർ ടോർച്ച് ഓണാക്കി ലേസർ രശ്മികൾ വെള്ളത്തുള്ളിയിലൂടെ കടത്തിവിടാം. നമുക്ക് സൂക്ഷ്മജീവികളെ കാണണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യേണ്ടതായുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്ത് സൂക്ഷ്മജീവികളെ നിരീക്ഷിച്ചാലോ? ഹായ്, ഇതാ നോക്കൂ, എത്ര സൂക്ഷ്മജീവികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. എല്ലാവരും സൂക്ഷ്മജീവികളെ കണ്ടുവല്ലോ. ഇനി നമുക്ക് ഈ മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ സിറിഞ്ചിൽ ശേഖരിച്ച ജലവും നോസലും തമ്മിൽ കൂടിച്ചേർന്ന് ഒരു പവറുള്ള ലെൻസായി ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ലെൻസിലൂടെ നമ്മൾ ലേസർ രശ്മികൾ കടത്തിവിടുമ്പോൾ അത് സ്ക്രീനിൽ പതിച്ച് ഒരു പ്രൊജക്ഷൻ മൈക്രോസ്കോപ്പായി പ്രവർത്തിക്കുന്നു. ഇനി ഈ പരീക്ഷണം എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുമല്ലോ.